ഹരേ കൃഷ്ണ. ഏകാദശി വ്രതം എടുക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വിഷ്ണുപ്രീതിക്കും അതുവഴി ഇഹലോക സുഖത്തിനും പരലോക മോക്ഷപ്രാപ്തിക്കുമായുള്ള വ്രതമാണിത് ഏകാദശി വ്രതം. ഏകാദശി വ്രതം എടുക്കുന്നയാൾ തലേന്ന് ദശമി ദിനത്തിൽ ഒരിക്കലുണ്ട് വ്രതം ആരംഭിക്കണം. ഏകാദശി നാളിൽ രാവിലെ കുളിച്ച് മഹാവിഷ്ണു അഥവാ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലായാലും കുഴപ്പമില്ല, വിഷ്ണു ക്ഷേത്രത്തിലായാലും കുഴപ്പമില്ല, ദർശനം നടത്തി നമ്മളാൽ കഴിവുള്ള വഴിപാടുകൾ നമ്മൾ ചെയ്യുക. അന്ന് പൂർണ്ണ ഉപവാസമായിട്ട് നമ്മൾ കഴിയണം. പകൽ ഉറങ്ങരുത്. ദ്വാദശി നാളിൽ, അതായത് ഏകാദശിയുടെ പിറ്റേന്ന് ദ്വാദശി നാളിൽ രാവിലെ കുളിച്ച് പാരണ കഴിച്ച് വ്രതം അവസാനിപ്പിക്കുന്നു. പാരണയെന്ന് പറയുമ്പോഴത്തേക്ക് തീർത്ഥം കഴിച്ച് നമ്മൾ വ്രതം അവസാനിപ്പിക്കുന്നു. ദ്വാദശി നാളിലും ഒരിക്കലൂണാണ് ഇതിന് വേണ്ടത്. കാരണം ഏകാദശി വ്രതമെന്ന് പറയുമ്പോൾ അത്രയ്ക്ക് ശക്തിയേറിയ വ്രതമാണ് ഏകാദശി വ്രതം. അതുകൊണ്ടാണ് നമ്മൾ ഈ ദ്വാദശി നാളിലും നമ്മൾ മീനും മറ്റും ഉള്ളതൊന്നും കഴിക്കരുത് വ്രതം എടുക്കുന്നതിൻ്റെ പിറ്റേ ദിവസം. അങ്ങനെ നമ്മൾ വ്രതം എടുത്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും അതിനപ്പുറവും നമുക്ക് സാധിച്ച് ഭഗവാൻ തരുന്നതാണ്. നമ്മൾ ആ വ്രതം എടുക്കുന്നത് പോലെ ഇരിക്കും. ഭഗവാന്റെ ഒരു വ്രതം എടുത്താൽ നമ്മൾ അത്ര അതീവ ശ്രേഷ്ഠമായിട്ട് ചെയ്താൽ അതിൻ്റെ ഫലം നമ്മൾക്ക് അത് കിട്ടുന്നതാണ്. പിന്നെ പ്രായാധിക്യം കൊണ്ട് അനാരോഗ്യം കൊണ്ട് പൂർണ്ണ ഉപവാസം നമ്മൾക്ക് അനുഷ്ഠിക്കാൻ പറ്റാത്തവർക്ക് പഴവർഗ്ഗങ്ങൾ കഴിക്കാം. അങ്ങനെയുള്ള ഏറ്റവും പ്രാധാന്യമേറിയ വ്രതമാണ് ഏകാദശി വ്രതം. ഹരേ കൃഷ്ണ.